വൈറ്റമിൻ ഡി കൂടിയാലും പണി കിട്ടും. അറിയാം അമിത ഉപയോഗത്തിൻ്റെ പ്രശ്നങ്ങൾ. ശരീരത്തിന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട പോഷകങ്ങളിൽ ഒന്നാണ് വൈറ്റമിൻ ഡി. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലുകളെ കരുത്തുറ്റതാക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മൂഡും മാനസികാരോഗ്യവും മെച്ചപ്പെടുത്താനുമൊക്കെ ഈ പോഷണം സഹായിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിടുന്ന പ്രധാന ജീവിതശൈലി പ്രശ്നങ്ങളിൽ ഒന്നാണ് വിറ്റാമിൻ ഡിയുടെ കുറവ്. എല്ലാവർക്കും അറിയുന്ന പോലെ സൂര്യപ്രകാശമാണ് വിറ്റാമിൻ ഡിയുടെ പ്രധാന സ്രോതസ്സ്. എന്നാൽ സ്ഥിരമായി സൂര്യപ്രകാശം ഏൽക്കാൻ കഴിയാത്തത് ഭൂരിഭാഗം പേരിലും വിറ്റാമിൻ ഡിയുടെ കുറവിന് കാരണമാകുന്നു. അതിനാൽ തന്നെ വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റുകളാണ് പലരും ഇതിന് ഉപാധിയായി കാണുന്നത്. എന്ന് കരുതി ആവശ്യമില്ലാതെ വൈറ്റാമിൻ ഡി സപ്ലിമെൻറ്റുകൾ വാരി കഴിക്കുന്നത് 8ൻ്റെ പണി തരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഈ അടുത്ത് UK-യിൽ സംഭവിച്ച ഒരു മരണവും വൈറ്റമിൻ ഡിയുടെ അമിത ഉപയോഗത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്നു. ഡേവിഡ് മിച്ച്നർ എന്ന 89-കാരനാണ് ശരീരത്തിലെ വൈറ്റമിൻ ഡി തോത് ഉയർന്നതിനെ തുടർന്ന് മരിച്ചത്. വൈറ്റമിൻ ഡിയുടെ തോത് ഉയരുന്നതിനെ തുടർന്ന് ശരീരത്തിലെ കാൽസ്യം വർദ്ധിക്കുന്ന ഹൈപ്പർ കാൽസീമിയ ആണ് ഡേവിഡിൻ്റെ മരണത്തിന് ഇടയാക്കിയത്. 380 ആയിരുന്നു ഡേവിഡിൻ്റെ ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ തോത്. മരണത്തിന് 9 മാസങ്ങൾക്ക് മുമ്പാണ് ഈ രോഗി സ്ഥിരമായി വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റുകൾ എടുക്കാൻ തുടങ്ങിയത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെയുള്ള സപ്ലിമെൻറ്റുകളുടെ ഉപയോഗം ഫോർട്ടിഫൈഡ് ഭക്ഷണങ്ങളുടെയും കോഡ് ലിവർ ഓയിലിൻ്റെയും അമിത ഉപയോഗം വൈറ്റമിൻ ഡിയുടെ ചയാപചയത്തെ ബാധിക്കുന്ന ചിലതരം രോഗങ്ങൾ എന്നിവയും വൈറ്റമിൻ ഡിയുടെ തോത് ക്രമാതീതമായി ഉയർത്തുന്ന ഹൈപ്പർ വൈറ്റമിനോസിസിലേക്ക് നയിക്കാം. ഓക്കാനം, ഛർദി, വിശപ്പില്ലായ്മ, മലബന്ധം, ക്ഷീണം, ഭാരനഷ്ടം എന്നിവയെല്ലാം ഹൈപ്പർ വൈറ്റമിനോസിസിൻ്റെ ലക്ഷണങ്ങളാണ്. കാൽസ്യത്തിൻ്റെ തോത് ശരീരത്തിൽ ഉയരുന്നത് ആശയക്കുഴപ്പം, ശ്രദ്ധക്കുറവ്, അമിതദാഹം, അമിതമായ തോതിൽ മൂത്രമൊഴിക്കാൻ തോന്നൽ, വൃക്കനാശം എന്നീ പ്രശ്നങ്ങളിലേക്കും നയിക്കാം. ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ നിർത്തി ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്. രക്തപരിശോധനയിലൂടെ വൈറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിൻ്റെയും തോത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എക്സ്റേ, എല്ലുകളുടെ സാന്ദ്രത അറിയാനുള്ള സ്കാനുകൾ എന്നിവയും ഹൈപ്പർ കാൽസീമിയ കണ്ടെത്താൻ നിർദ്ദേശിക്കപ്പെടാറുണ്ട്. വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏത് മാർഗമാണ് സ്വീകരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായവും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്ക് ചിലപ്പോൾ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം.